നമസ്കാരം. നമ്മുടെ നാട് നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയെക്കുറിച്ച് പല വീഡിയോകളിലൂടെ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും നമ്മുടെ നാട്ടിൽ കഴിയാൻ പറ്റുന്ന സാഹചര്യമല്ല. അവരൊക്കെ കൊടി പിടിച്ച് പിണറായിയെ സ്തുതിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുന്നുള്ളൂ. സർക്കാരിന് കാശില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം അവിഹിതമായി ഒന്നും നേടാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് അനധികൃതമായി നേടാൻ കഴിയുമ്പോഴാണ്. അത്തരമൊരു സാഹചര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കടം വാങ്ങാൻ പോലും കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ആകെ സാമ്പത്തിക ശാസ്ത്രം കടം വാങ്ങലാണ് എന്ന് കേന്ദ്ര സർക്കാരിനറിയാം. പെൻഷനും റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ഇല്ലാതാകാൻ പോകുന്ന നാളുകൾ സമാഗമമാകുന്നു. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നിയമനത്തിലൂടെയും ഖജനാവ് കൈയിട്ട് വാരിയും ഒന്നും ഇനി CPM പോലും രക്ഷപ്പെടാൻ കഴിയില്ല. ആകെ ഇപ്പോൾ CPM കൊണ്ട് ഗുണമുള്ളത് കഞ്ചാവ് കച്ചവടക്കാർക്കും ലഹരി വിതരണക്കാർക്കും അനധികൃത മണൽ പാറമട ബ്ലേഡ് മാഫിയകൾക്കുമാണ്. അത്തരക്കാർക്ക് അനധികൃതമായി കച്ചവടം ചെയ്ത് CPM ഒരു വിഹിതം കൊടുത്ത് സുഖമായി ജീവിക്കാം. അല്ലാതെയുള്ളവർ പാർട്ടിയുടെ കരുത്തിൽ ഒന്നും നേടാൻ കഴിയാതെ നാട് വിട്ടുപോയി തുടങ്ങി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം കയ്യിൽ ചില്ലറയുള്ളവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അല്ലാത്തവർ ദുബായിൽ പോയി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇവിടെ CPM പോലും രക്ഷയില്ല എന്ന് വ്യക്തമാകുന്ന അനേകം സംഭവങ്ങളുണ്ട്. CPM കൊടും ചതിയിൽ മനം നൊന്ത് കുടുംബം നടത്താനാവാതെ മക്കളെ പട്ടിണിക്കിടാൻ കഴിയാതെ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാവാൻ പോയതിൻ്റെ കഥയാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്. KP സുനീഷ് എന്ന KSRTC ജീവനക്കാരൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ചാലക്കുടിക്കാരനാണ്. ഇപ്പോൾ കുമളി ഡിപ്പോയിലാണ് പണി. കുമളി ഡിപ്പോയിൽ പണി എന്ന് പറഞ്ഞാൽ കുമളിയിലാണ് അവരുടെ വണ്ടി അവസാനം ലാൻഡ് ചെയ്യുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. ബസ്സിൽ കിടക്കാനോ ഡിപ്പോയിൽ കിടക്കാനോ സൗകര്യമില്ലാത്തത് കൊണ്ട് ഈ KSRTC ജീവനക്കാരെല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു താമസ സൗകര്യം ഒരുക്കും. സുനീഷ് കുമളിയിൽ അങ്ങനെ ഒരു ചെറിയ താമസ സൗകര്യം സുഹൃത്തുക്കളോട് ചേർന്ന് ഒരുക്കിയിരുന്നു. അവിടെ വെച്ച് സുനീഷ് കെട്ടിത്തൂങ്ങിച്ചാവാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനമെടുത്ത സുനീഷ് താൻ മരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടി ഒരു സന്ദേശം അയക്കുകയാണ്. ഒരു CPM പോലും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും എന്ന കൃത്യമായ കാരണ വിവരണമാണ് സഖാവ് സുനീഷ് നടത്തിയത്. പ്രിയ സഹപ്രവർത്തകരെ, വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത്. ഞാനിതിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് പലരും പല ഊഹാപോഹങ്ങളും നടത്തും. അതിൻ്റെ പേരിൽ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത്. എൻ്റെ പേര് KP സുനീഷ്. ഞാൻ 2009 വികാസ് ഭവനിൽ ജോയിൻ ചെയ്തതാണ്. അന്ന് തൊട്ട് KSRTC CA20 എല്ലാ സമരമുഖങ്ങളിലും മുദ്രാവാക്യം മുഴങ്ങി കേട്ടിരുന്നത് എൻ്റെ നാവിൽ നിന്ന്. സജീവമായി വികാസ് ഭവനിൽ സജീവമായി അന്ന് തൊട്ട് ഇന്ന് വരെ യൂണിയൻ്റെ ഒരു സജീവ പ്രവർത്തകനായിട്ട് ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. അന്ന് ഏകദേശം 2011 എനിക്ക് സാമ്പത്തികമായി കുറച്ച് പൈസ ആവശ്യം വന്നപ്പോൾ ഞാൻ T133 നമ്മുടെ സാക്കൾ ഇടപെട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ ലോൺ അനുവദിപ്പിച്ചതാണ്. ഞാൻ കുറേ നാളത് കറക്റ്റായിട്ട് അടയ്ക്കുകയും എന്നാൽ കുറച്ച് നാൾ അന്ന് നേരിട്ട് അടച്ചിരുന്നതാണ്. ബാങ്ക് കട്ടിങ് ആയിരുന്നില്ല ആ സമയത്ത്. കാരണം ശമ്പളം നമുക്ക് നേരിട്ട് കയ്യിൽ തരുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ച് നാളത് ഇട്ടുപോയിട്ടത് കുടിശ്ശികയായിട്ട് കിടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് റിക്കവറി ആയി കോർപ്പറേഷൻ പിടിച്ചടക്കണ രീതിയിലേക്ക് മാറുകയും കുറേ കാശ് കോർപ്പറേഷൻ പിടിച്ചിട്ട് അവിടെ അടക്കാത്ത സ്ഥിതി വരികയും അങ്ങനെ വീണ്ടും അത് പുതുക്കി വെക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ പേരിലേക്ക് തരാം, അപ്പം അതിനൊരു ഇത്തിരി ബാധ്യതയുണ്ട്, അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അത് പുതുക്കി വെച്ച് ഇത്തിരി പൈസ കിട്ടും എന്നുള്ള രീതിയിൽ 5 ലക്ഷത്തിന് അത് പുതുക്കിയിട്ട് എനിക്ക് കയ്യിൽ കിട്ടിയ 2 ലക്ഷം രൂപയോളമാണ്. കാരണം കോർപ്പറേഷൻ പിടിച്ച കാശ് കൊടുക്കാത്തത് കൂടി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുകയും
അങ്ങനെ ആ ലോൺ ക്ലോസ് ചെയ്തിട്ട് 5 ലക്ഷം രൂപയ്ക്ക് പുതുക്കുകയും ചെയ്തു 2018. ഈ പറഞ്ഞ മാതിരി കുറേ നാൾ ഞാൻ നേരിട്ടടക്കി കോർപ്പറേഷൻ പിടുത്തം അവിടെ ചെല്ലൂല എന്നുള്ള രീതിയിൽ നേരിട്ടടക്കിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ശമ്പള പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ വന്നേക്ക് മുമ്പ് തന്നെ അത് ചില മാസങ്ങൾ ഇട്ടുപോയപ്പോൾ വീണ്ടും 8,800 രൂപ വെച്ച് കോർപ്പറേഷൻ കട്ട് ചെയ്യാൻ തുടങ്ങി. കോർപ്പറേഷൻ കട്ട് ചെയ്യണ കാശ് അങ്ങോട്ട് ഇല്ലെന്ന് നമുക്കറിയാം. പല മാസങ്ങളും ഞാൻ നേരിട്ടടച്ച്. അത് കഴിഞ്ഞ് ഞാൻ സൊസൈറ്റിയിൽ ചെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ കട്ട് ചെയ്യണ കാശ് എന്തായാലും ഇങ്ങോട്ട് വരില്ല, അതിൻ്റെ പേരിൽ ബാങ്ക് കട്ടിങ് ആക്കി തന്നെ എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ പിടിച്ച പൈസ നിങ്ങൾ അടച്ച് ക്ലോസ് ചെയ്ത് അത് ബാങ്ക് കട്ടിങ് ആക്കി തരാമെന്ന് പറഞ്ഞു. ബാങ്ക് കട്ടിങ്ങിൻ്റെ ഫോമും ഒപ്പിട്ട് മേടിച്ച്. അന്നത് ബാങ്ക് കട്ടിങ് ആയിട്ട് പിടിക്കലുണ്ടായില്ല, കാരണം കോർപ്പറേഷൻ കട്ടിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ എമൗണ്ട് കൂടുകയും എനിക്ക് പല പ്രാവശ്യം നോട്ടീസ് വരികയും വീണ്ടും അത് കോർപ്പറേഷൻ കട്ടിങ് ആയി മാറുകയും ചെയ്തു. റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസം ശമ്പളം 2 ഗഡുവായി കഴിഞ്ഞപ്പോൾ 2 ഗഡുവിന് 8,800 വെച്ച് പിടിക്കും. അതായത് ആദ്യ ഗഡു വന്നാലും 8,800 പിടിക്കും, രണ്ടാമത്തെ ഗഡു വന്നാലും 8,800 പിടിക്കും. എനിക്ക് ഒന്നും കയ്യിൽ കിട്ടാത്ത ഒരവസ്ഥയിലേക്കായി. അപ്പോൾ SBIയുടെ പേഴ്സണൽ ലോൺ എടുത്തിട്ട് കുറച്ച് പൈസ അടച്ച് വീണ്ടും ബാങ്ക് കട്ടിങ് ആക്കാമെന്നുള്ള രീതിയിൽ ഞാൻ SBIയുടെ പേഴ്സണൽ ലോണിന് അപേക്ഷിച്ച് 2 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ പാസ്സായി. എന്തെങ്കിലും ഒരു ഇടപാട് സൈഡായിട്ട് തുടങ്ങുക, അല്ലാണ്ട് ഇതുകൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ആ 2 ലക്ഷം രൂപ SBIയുടെ പേഴ്സണൽ ലോൺ എടുത്തത്. 1 ലക്ഷം രൂപ അപ്പം തന്നെ ഇത്തിരി ചില്ലറ കടങ്ങളുള്ളത് തീർക്കാൻ വേണ്ടി ഞാൻ അക്കൗണ്ട് മാറ്റിയിട്ട് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഗൂഗിൾ പേ വഴി മാറ്റിയിടാൻ പറ്റില്ല എന്ന് അറിയാവുന്നതിൻ്റെ പേരിൽ. പക്ഷെ ബാക്കി കാശ് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും 8,800 വെച്ച് പല പ്രാവശ്യമായിട്ട്, ഒരു ദിവസം തന്നെ പല പ്രാവശ്യമായിട്ട് സൊസൈറ്റി നേരിട്ട് പിടിച്ചെടുത്തു. ഞാൻ അന്ന് നമ്മളുടെ ഗിരീഷ് സഹാവിനോടും എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന നജിമുദ്ദീൻ സഹാവിനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് പരാതി പറഞ്ഞപ്പോൾ അത് ബാങ്കും എൻ്റെ സിസ്റ്റമാണ്, അതങ്ങനെ പിടിച്ചു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗഡുവായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 8,800 വെച്ച് ഒരു മാസം തന്നെ പിടിച്ചു പോവുകയും 8,800 കൂടുതൽ സാലറിയിൽ 1 രൂപ കടന്നാൽ SBIയുടെ പിടുത്തം വേറെ ഉണ്ട്. ഈ 8,800 വെച്ച് ഒരു മാസം 2 പ്രാവശ്യം പിടിച്ചു പോവുകയും SBIയുടെ പിടുത്തം 5,500 കഴിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടൂല. വല്ല സറണ്ടർ ചെയ്ത് 8 രൂപയെ കൂടുതൽ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സൊസൈറ്റി അത് പിടിച്ചെടുക്കും. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എനിക്ക് +1 2 പഠിക്കുന്ന ഒരു മോളും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുമാണുള്ളത്. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ചെലവിനെടുക്കാൻ പൈസ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. നമ്മുടെ പല സഹാക്കളും എന്നെ സഹായിക്കാറുണ്ട്. നേരത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡ്യൂട്ടി കയറി സറണ്ടർ ചെയ്ത് അത് തിരിച്ചു കൊടുത്തിരുന്നു. ഇപ്പം അതിനെയും പറ്റാത്ത അവസ്ഥയിലേക്കായി, കുമളിയിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാണ്ട് ഞാൻ പലരുടെയും മുമ്പിൽ മോശക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അകമഴിഞ്ഞ് സഹായിച്ച ഈ സംഭവങ്ങളൊന്നും അറിയാണ്ട്, ഞാൻ ഇപ്പോഴാണ് ഈ വോയിസ് ഇടുന്നത്, ഈ സംഭവങ്ങളൊന്നും അറിയാണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചാൽ അപ്പം തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നിരുന്ന സഹാവാണ് AK രാജേഷൊക്കെ. ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അവർക്കൊപ്പം പണിയെടുക്കുന്ന ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിലാണ് അവരെന്നെ കാണുന്നത്. എൻ്റെ ഈ അവസ്ഥ അവർക്കറിയില്ല. എന്നാലും ഞാൻ എപ്പോൾ വിളിച്ചു ചോദിച്ചാലും ആ സഹാവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ല സഹാവേ പൈസ ഇല്ലെന്ന് എന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആ സഹാവിനോടൊക്കെ മേടിച്ച പൈസ വരെയും ഞാൻ തിരിച്ചു കൊടുക്കാനുണ്ട്. എൻ്റെ അവസ്ഥ വളരെ മോശമായി. ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ നാളെ വിചാരിക്കുന്ന വേറെ പല കഥകളായിരിക്കുള്ളൂ. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വോയിസ് ഇട്ടത്. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പിള്ളേർക്ക് യാതൊരുവിധ സഹായങ്ങളും ഓരോ ആരുടെ നിന്നും കിട്ടൂല. കാരണം അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. എൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. ഞാനില്ലാണ്ടായി കഴിഞ്ഞാൽ, ഞാനുള്ളപ്പോൾ പട്ടിണി കിടക്കണ എൻ്റെ മക്കൾ ചിലപ്പോൾ ഞാനില്ലാണ്ടായാൽ കിടക്കേണ്ടി വരില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യണത്. എന്നെ സഹായിച്ച, എന്നെ സ്നേഹിച്ച എല്ലാവർക്കും
നന്ദി പറഞ്ഞു. കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പിടികിട്ടിയോ എന്ന് വ്യക്തമല്ല. കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് സഹകരണ സംഘം കരുവന്നൂരല്ല. കരുവന്നൂരിൽ 300 കോടിയുടെ തട്ടിപ്പ് നടന്നതായി നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടക്കുന്നത് KSRTC തൊഴിലാളികളുടെ സഹകരണ സംഘമായ T133 ആണ്. T133. എല്ലാ KSRTC ജീവനക്കാരും ഈ സഹകരണ സംഘത്തിലെ അംഗങ്ങളാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പോലുമില്ലാതെ ഈ T133 നയിക്കുന്നത് CITU ആണ്. INTUസിന് അവിടെ ഉണ്ടാവുന്ന നിയമനങ്ങളിൽ ഒരു ഒഴിവ് കൊടുക്കും. അതോടെ INTUSU തൃപ്തരാകും. ആ ഒഴിവ് വിറ്റ് INTUSU നേതാക്കൾ പോക്കറ്റ് നിറയ്ക്കും. ബാക്കിയെല്ലാം CPMന്റെ കുത്തക. ഇവരെല്ലാ ജീവനക്കാർക്കും ലോൺ കൊടുക്കാറുണ്ട്. ഈ ലോൺ KSRTCക്കാർ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. പക്ഷേ KSRTC ഇത് ഈ T133 സൊസൈറ്റിയിലേക്ക് അടക്കില്ല. പിന്നീട് കുടിശ്ശികയാകുമ്പോൾ KSRTC പിടിച്ചോ ഇല്ലയോ എന്നത് ബാധകമല്ല. ഇവരുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ സൊസൈറ്റി നേരിട്ട് പിടിക്കും. അതായത് അടയ്ക്കാനുള്ള ലോണ് KSRTC പിടിക്കുന്നുണ്ട്, പക്ഷേ KSRTC അടയ്ക്കുന്നില്ല. ഈ ലോൺ മാത്രമല്ല, ESI അടക്കം LIC അടക്കം KSRTC പിടിക്കുന്നതൊന്നും അടയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാർക്ക് കയ്യിലിരിക്കുന്ന കാശ് നഷ്ടപ്പെടുന്നു എന്നല്ലാതെ ഒരു ഗുണവുമില്ല. ഇവിടെ ഈ മനുഷ്യൻ നിവൃത്തിയില്ലാതെ 2 ലക്ഷം രൂപ സ്വകാര്യ ലോൺ എടുക്കുന്നു SBIയിൽ നിന്ന്. ആ പണം ബാങ്കിലേക്ക് വന്ന ഞൊടിയിടയിൽ ഈ സൊസൈറ്റി അത് പിടിച്ചുകൊണ്ടുപോയി. വാസ്തവത്തിൽ അയാൾ അടച്ച തുക KSRTCയുടെ കയ്യിലുണ്ട്, പക്ഷെ KSRTC അടയ്ക്കില്ല. എന്തൊരു ചതിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഒരു സുനീഷിൻ്റെ മാത്രം കഥയല്ല, KSRTC ജീവനക്കാരുടെ മുഴുവൻ അനുഭവമാണ്. പാവപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 ഗഡുക്കളെ കൊടുക്കുമ്പോൾ 2 തവണയും ഇവർ പിടിക്കും. എന്ന് മാത്രമല്ല, ഇതിനെതിരെ ആരും ശബ്ദമുയർത്തില്ല. കാരണം ഈ T133 എന്ന് പറയുന്ന സൊസൈറ്റി, ആ സൊസൈറ്റി CPMന്റെ നിയന്ത്രണത്തിലാണ്. KSRTC യൂണിയൻകാർ അത് വെച്ചാണ് മുമ്പോട്ട് പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് ഈ T133 എന്ന സൊസൈറ്റിയുടെ പേരിലാണ്. ഈ സൊസൈറ്റി 10 കോടി രൂപ KSRTCക്ക് വണ്ടി വാങ്ങാൻ ലോൺ പോലും കൊടുത്തിട്ടുണ്ട് എന്ന് ഓർക്കണം. അങ്ങനെ പാവപ്പെട്ട KSRTC ജീവനക്കാരെ പിഴിഞ്ഞെടുത്ത് അവർ മുമ്പോട്ട് പോകുന്നു. KSRTC ലോൺ അടയ്ക്കാനുള്ള കാശ് പിരിക്കും, പക്ഷേ സൊസൈറ്റിയിൽ അടയ്ക്കില്ല. കുടിശ്ശികയാകുമ്പോൾ സൊസൈറ്റി ഇവരുടെ അക്കൗണ്ടിൽ വരുന്ന പണം മുഴുവൻ പിടിക്കും. ഇങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു CPMകാരനായ CITUക്കാരനായ ഒരു സഖാവ് മരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത്. KSRTC ജീവനക്കാരോട് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ഇതിനേക്കാൾ ഭയാനകമാണ്. ഈ മനുഷ്യൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നതാണ് സത്യം. ഇയാൾ കയറ് കഴുത്തിൽ കെട്ടി എടുത്തു ചാടിയപ്പോഴേക്കും ഇയാളോടൊപ്പം താമസിക്കുന്ന ആൾ എത്തി കയർ വെട്ടി താഴെയിട്ട് രക്ഷപ്പെടുത്തി. ഇങ്ങനെ കെട്ടിത്തൂങ്ങി ചാവാൻ വെമ്പൽ കൊള്ളുന്ന അനേകം KSRTC ജീവനക്കാരുണ്ട്. അവരെ ആരും CITUക്കാർ സംരക്ഷിക്കില്ല. അവരെ ആരും ഈ സർക്കാർ സംരക്ഷിക്കില്ല. അവരൊക്കെ പിണറായിയെയും പിണറായിസത്തെയും ശപിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. കുടുംബം പട്ടിണിയാകുമ്പോൾ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ മരണം തിരഞ്ഞെടുക്കുന്നു. പിണറായിയെ ശപിച്ചുകൊണ്ട് സഖാക്കൾ പോലും കെട്ടിത്തൂങ്ങിച്ചാവുന്ന അവസ്ഥ വന്നിട്ടും രാജാവ് ടൂറടിക്കുകയാണ്. രാജാവും കുടുംബാംഗങ്ങളും ലക്ഷങ്ങൾ മുടക്കി പല രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് ജീവിതം ആഘോഷിക്കുകയാണ്.